Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. ഊണൊക്കെ കഴിച്ചാ നിങ്ങള്? കഴിച്ചു മിസ്. കഴിച്ചാ? ഓക്കെ. അപ്പോ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇപ്പൊ തുടങ്ങാം കേട്ടോ. ശരി. ഓൾ മ്യൂട്ട് കൊടുക്കാണ് കേട്ടോ. ഓൾ മ്യൂട്ട് ചെയ്യാനേ. നമ്മള് കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു നമ്മൾ ലോ ഓഫ് തോട്ട്സ് വരെയാണ് പറഞ്ഞത് അല്ലെ. ലോ ഓഫ് തോട്ട്സ് വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തോട്ട്സ് എന്താന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലെ. അതായത് മറ്റൊരാൾക്കോ അവരുടെ സ്വത്തിനോ അവകാശത്തിനോ എന്താണ് ദോഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിക്കോ ഉണ്ടാക്കുന്നതായിട്ടുള്ള തെറ്റായിട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെ, അല്ലെങ്കിൽ ഒഴിവാക്കലുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സിവിൽ നിയമത്തിന്റെ ഒരു ശാഖയാണ് എന്തെന്ന് പറയുന്നത് ലോ ഓഫ് ടോർട്ട് അല്ലെ, ടോർട്ട് നിയമം എന്ന് പറയുന്നത്. ടോർട്ടിന് കുറെ എക്സാമ്പിളുകളൊക്കെ നമ്മൾ കണ്ടിരുന്നു അല്ലെ. തെറ്റായിട്ടുള്ള ചില പ്രവൃത്തികള്, അതുപോലെ തന്നെ എന്താണ് കൺസെന്റ് ഇല്ലാതെ സമ്മതമില്ലാതെ ചെയ്യുന്ന ചില മെഡിക്കൽ പ്രൊസീജിയറുകള്, പിന്നെ മെഡിക്കൽ നെഗ്ലിജൻസ് അല്ലെ നമ്മൾ പറഞ്ഞാണ്. അതുപോലെ മനഃപൂർവ്വം ചെയ്യുന്ന ചില മോശമായിട്ടുള്ള ഇടപെടലുകള്, പിന്നെ നമ്മുടെ സ്വകാര്യതയുടെ അവകാശത്തിലേക്കുള്ള കടന്നുകയറ്റം, പിന്നെ പ്രൊഫഷണൽ സീക്രസിയുടെ ലംഘനം, പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ് ഈ പറയുന്ന വ്യക്തിയുടെ സമ്മതപരിധിക്ക് അപ്പുറം ചെയ്യുന്ന ചില സർജറികൾ അല്ലെ, ബാക്ടറി എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ടോർട്ടിന് എക്സാമ്പിൾ ആണ്. കാരണം മറ്റൊരു വ്യക്തിക്ക് ദോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് അല്ലെ, അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങളെ ലംഘിക്കുന്ന തരത്തിലുള്ള മോശമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മള് തോട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കിനി കുറച്ച് അടുത്തത് നോക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും പറയണ്ടല്ലോ, നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് മിസലേനിയസ് തോട്ട്സ്. മിസലേനിയസ് തോട്ട്സ്, ഇതിൽ നമ്മൾ പറയാത്ത മറ്റു പല എന്താ പറയാ തെറ്റായിട്ടുള്ള പ്രവർത്തനങ്ങള്, തോട്ടുകൾ ഏതൊക്കെയാണ് കേട്ടോ. ഒന്നാമത്തത് എന്താണ്? ന്യൂയിസൻസസ് ആണ്. ന്യൂയിസൻസ് നമ്മൾ പറയില്ലേ, ഒരു പബ്ലിക് ന്യൂയിസൻസ് ആണെന്ന് പറയും അല്ലെ. ന്യൂയിസൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ശല്യങ്ങളാണ് അല്ലെ ഉദ്ദേശിക്കുന്നത്. അതെ, ഇൻകൺവീനിയൻസ് ടു പബ്ലിക്, അതായത് പബ്ലിക്കിന് എന്താ പറയാ ഇൻകൺവീനിയൻസ് ആയിട്ടുണ്ടാവുന്ന ചില ശല്യങ്ങള്. നമ്മൾ ഹോസ്പിറ്റലിനെ വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ പേഷ്യൻസ് അവിടെ ഇരിക്കെ തന്നെ ഭയങ്കരമായിട്ടുള്ള നോയ്സ് വരിക അല്ലെ, ഭയങ്കര ശബ്ദം, മെഡിക്കൽ എക്യുപ്മെന്റ്സിന്റെ ശബ്ദങ്ങള്, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ, പ്രത്യേകിച്ച് മെഡിക്കൽ പ്രാക്ടീഷണർമാർ അവരുടെ ശബ്ദം, അങ്ങനെയൊക്കെ വരുമ്പോ അതൊരു ഞാൻ പറയുന്നത് സൗണ്ട് ഉണ്ടാവില്ല എന്നല്ല, പക്ഷെ ഒരു പബ്ലിക് ന്യൂസൻസ് എന്നുള്ള രീതിയിൽ വരുന്ന നോയ്സ് അല്ലെ, ശബ്ദങ്ങള്, അതൊക്കെ ഇതിനകത്ത് നമുക്ക് പെടുത്താം കേട്ടോ. ന്യൂസൻസസ്, ഇൻകൺവീനിയൻസ് ടു പബ്ലിക്, പബ്ലിക്കിന് എന്താണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഏത് തരത്തിലാവും, ശബ്ദം മാത്രമല്ല മറ്റെന്ത് പ്രവർത്തനങ്ങളും ആവാം. ഓക്കെ, പിന്നെന്താണ്? മിസ്റെപ്രസെന്റേഷൻ. എന്താണ് മിസ്റെപ്രസെന്റേഷൻ? മിസ്റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തെറ്റായിട്ട് അവതരിപ്പിക്കുക. തെറ്റായിട്ട് അവതരിപ്പിക്കുക. റാസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, ഡെസിറ്റ് എന്നാണ് കൊടുത്തത്, വഞ്ചന എന്ന് പറയും കേട്ടോ. തെറ്റായി അവതരിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് പേഷ്യൻസിനെ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഇല്ലാത്തൊരു ഫിസിഷ്യൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു അവിടെ ഇല്ല, ചിലപ്പോൾ അവിടെ വർക്കിംഗ് അല്ലാത്ത ഏതെങ്കിലും ഇപ്പൊ ഒരു ഇന്ന ഡിപ്പാർട്ട്മെന്റ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്, അവിടെ കാണിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല, അങ്ങനെയൊക്കെ പറയുകയാണെന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ആ ഒരു ഹോസ്പിറ്റലിൽ ചിലപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഇല്ലാത്ത ഏതെങ്കിലും ഫിസിഷ്യൻ ഉണ്ടെന്ന് അവരെ ധരിപ്പിക്കുക, അങ്ങനെ ആ പേഷ്യൻസിനെ അവിടെ എന്താ പറയാ പ്രവേശിപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന സംഭവങ്ങൾ കേട്ടോ. അപ്പൊ മിസ്റെപ്രസെന്റ് ചെയ്യാന്ന് വെച്ചാൽ തെറ്റായിട്ട് അവതരിപ്പിക്കുക. അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡെസിറ്റ് ആണ്. ഡെസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വഞ്ചനയാണ് അല്ലെ, മറ്റുള്ളവരോട് കാണിക്കുന്ന ഒരു എന്താ വഞ്ചനയായിട്ടാണ് അതിന്. അതൊക്കെ ടോർട്ടിൽ പെടുന്നതാണ് കേട്ടോ. പിന്നെ വരുന്ന എന്താണ്? ഡിഫമേഷൻ. ഇതാണ് ഡിഫമേഷൻ. ഡിഫമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപകീർത്തിപ്പെടുത്തുക കേട്ടോ. അതായത് ഹോസ്പിറ്റലിലെ റെപ്യൂട്ടേഷന് മോശമായിട്ട് ആക്കിയിട്ട് ഗുഡ് ആഫ്റ്റർനൂൺ നോക്കുക കേട്ടോ. ഡിഫമേഷൻ നമ്മൾ ടോർട്ടാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ടോർട്ടിന് എക്സാമ്പിൾസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ പറയുന്നത് ഡിഫമേഷൻ ആണ്. ഡിഫമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപകീർത്തിപ്പെടുത്തുക അല്ലെ. അതായത് ആ ഒരു ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷന് മോശമാകുന്ന തരത്തില് എന്തെങ്കിലും ആരോപണം, ഇല്ലാത്ത കാര്യങ്ങൾ അല്ലെ, അപകീർത്തിപ്പെടുത്തുക, അങ്ങനെയുള്ളതൊക്കെ. ചാപ്റ്റർ നമ്പർ എത്രയാണ് നിങ്ങളുടെ? എത്രയാണ് എത്തിക്സ് കിടക്കുന്നത്? 38 അല്ലേ? 38 അല്ലേ നിങ്ങളുടെ കിടക്കുന്നത്?
എത്തിക്സ് ആൻഡ് ലീഗൽ ഇഷ്യൂസ്. ഓക്കെ, അപ്പോ അത്തരം കാര്യങ്ങൾ കേട്ടോ. അപ്പൊ സ്ലാൻഡർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അപകീർത്തികരം കേട്ടോ, അപവാദം എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ലിബൽ എന്ന് പറഞ്ഞാലും സെയിം മീനിങ് തന്നെയാണ് കേട്ടോ. സ്ലാൻഡർ, ലിബൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. ക്ലിയർ ആയല്ലോ? പിന്നെ വരുന്നതാണ് മലീഷ്യസ് പെർസിക്യൂഷൻ. ജസ്റ്റ് ഒന്ന് കഴിഞ്ഞ പറഞ്ഞു എന്ന് തോന്നുന്നു അല്ലെ. മലീഷ്യസ് പെർസിക്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്? തെറ്റായിട്ടുള്ള ചില എന്താ പറയാ പ്രവർത്തനങ്ങൾ. തെറ്റായ പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ ക്രൂരമായിട്ടുള്ള രീതിയിൽ നമ്മൾ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഒക്കെ പെർസിക്യൂട്ട് ചെയ്യുക. പ്രോസിക്യൂഷൻ എന്നൊക്കെ നിങ്ങൾ കേട്ടില്ല, അതേപോലെ തന്നെയാണ് പെർസിക്യൂഷൻ കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഇപ്പോ ചെയ്യാത്ത തെറ്റിന് അവരെ ജഡ്ജിമെന്റിന് വിധേയമാക്കുക, അല്ലെങ്കിൽ ചെയ്യാത്ത കാര്യങ്ങൾ അവരിൽ ആരോപിക്കുക, അതൊക്കെ അതിനകത്ത് വരുന്നതാണ് കേട്ടോ. മലീഷ്യസ് പെർസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ അത് മാനസികമായിട്ട് ഒരു വ്യക്തിയെ ബുദ്ധിമുട്ടിക്കുന്നതിന് തുല്യമാണ്. ഓക്കെ, അല്ലെങ്കിൽ അതിന്റെ പേരിൽ അത് ശാരീരികമായിട്ട് ചെയ്യാത്ത തെറ്റിന് ഒരാളെ ശാരീരികമായിട്ട് ആക്രമിക്കുക, അതൊക്കെ ഇതിനകത്ത് വരും കേട്ടോ. മലീഷ്യസ് പെർസിക്യൂഷനകത്ത് വരുന്ന സംഭവങ്ങളാണ്. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ടത് തോട്ട് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അത് ഞാൻ പറഞ്ഞല്ലോ തന്നെ. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള ടോർട്ടസ്. ടോർട്ടസ് എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം എന്താണ്? ട്വിസ്റ്റഡ് അല്ലെങ്കിൽ ക്രൂക്ക്ഡ് എന്നാണ് കേട്ടോ. വളച്ചൊടിച്ചത്, അങ്ങനെയുള്ള അർത്ഥം, വക്രമായത് എന്നൊക്കെയുള്ള അർത്ഥം വരുന്ന ടോർട്ടസ് എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് ടോർട്സ് എന്ന വാക്ക് വന്നിരിക്കുന്നത്. പിന്നെ ലോ ഓഫ് ടോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിവിൽ നിയമത്തിന്റെ തന്നെ ഒരു ഭാഗമാണ് കേട്ടോ, ലോ ഓഫ് ടോർട്സ് എന്ന് പറയുന്നത്. പിന്നെ ടോർട്ടിന്റെ കുറെ നമ്മൾ എക്സാമ്പിൾസ് ഒക്കെ കണ്ടു. മെഡിക്കൽ നെഗ്ലിജൻസ്, ഇന്റൻഷനലി ചെയ്യുന്ന ചില മോശമായിട്ടുള്ള ഇടപെടലുകൾ, അങ്ങനെ കുറെ എക്സാമ്പിൾ കണ്ടു. പിന്നെ അതിൽ പെടാത്ത കുറെ മിസ്സലേനിയസ് ടോർട്ടുകളാണ് ഈ പറഞ്ഞ ന്യൂസെൻസ്, മിസ്റെപ്രസെന്റേഷൻ, തെറ്റായിട്ട് അവതരിപ്പിക്കുക, ഡിഫമേഷൻ നടത്തുക, അതായത് അപകീർത്തികരമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് റിലീസ് ചെയ്യുക, മലീഷ്യസ് പെർസിക്യൂഷൻ, തെറ്റായിട്ട് അല്ലെങ്കിൽ ക്രൂരമായിട്ട് ഒരാളെ പീഡിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് മെന്റൽ പീഡനമുണ്ട്, ശാരീരികമായിട്ടുള്ള പീഡനങ്ങളുണ്ട് അല്ലെ. അതായത് അവര് ചെയ്യാത്ത ഒരു തെറ്റിന് അവരെ ആരോപണ വിധേയരാക്കുക, അതൊക്കെ അതിനകത്ത് വരുന്നതാണ്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു ആക്ട് ആണ്. ഇനി വരുന്ന ആക്ടുകൾ മറ്റുള്ളത് നല്ല ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്ത് വെക്കാം. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ് അല്ലെ. ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്നാണ് പറയുക കേട്ടോ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് അതിന്റെ ഇതിനകത്ത് പറഞ്ഞുള്ളൂ കേട്ടോ. എന്താണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്? ആദ്യത്തെ പോയിന്റ് ഇതാണ്. ദിസ് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് 1 സെപ്റ്റംബർ 1987. 1987 സെപ്റ്റംബർ 1 നിലവിൽ വന്നിട്ടുള്ള ഒരു നിയമമാണ് എന്ത്? ഉപഭോക്തൃ സംരക്ഷണ നിയമം കേട്ടോ. ഉപഭോക്തൃ അത് ഇങ്ങനെ തന്നെ നിങ്ങൾ പഠിക്കുക. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1987 അങ്ങനെ തന്നെ പഠിക്കുക കേട്ടോ. 1987 സെപ്റ്റംബർ 1 നിലവിൽ വന്നിട്ടുള്ള ഒരു ആക്ട് ആണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അഥവാ ഉപഭോക്തൃ സംരക്ഷണ നിയമം. പിന്നീട് അത് 2019 ചെറിയ ഭേദഗതികളൊക്കെ വരുത്തിയിട്ടുണ്ട് കേട്ടോ. അമെന്റ്മെന്റ്സ് ഒക്കെ അതിനകത്ത് നടന്നിട്ടുണ്ട്. ഇനി ഈ ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൺസ്യൂമേഴ്സിന്, അതായത് കസ്റ്റമർ അല്ലെ, ഉപഭോക്താക്കൾക്ക് വളരെയധികം സുരക്ഷിതത്വം, അവരുടെ അവകാശങ്ങളൊക്കെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ട് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. അഡ്വാൻറ്റേജ്, അതായത് ഈ ഒരു ആക്ടിന്റെ പ്രയോജനമാണ് അവരിവിടെ പറയുന്നത് കേട്ടോ. അഡ്വാൻറ്റേജ് ഒരു ഹൈഫൺ ഇട്ടേക്കണേ, കാരണം ഇതിങ്ങനെ ഒന്നിച്ചാണ് എഴുതിയേക്കുന്നത്. അഡ്വാൻറ്റേജ് ഒരു ഹൈഫൺ ഇട്ടിട്ട് മിനിമൽ കോസ്റ്റ് ഈസ് ഇൻവോൾവ്ഡ് ആൻഡ് മാറ്റർ ഈസ് ഡിസൈഡഡ് വിത്തിൻ 3 to 4 months. ഈ ഒരു ആക്ടിന്, ഈ ആക്ട് പ്രകാരം നമ്മൾ എന്തെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അതിന് വലിയ ചെലവൊന്നും വരുന്നില്ല. മിനിമൽ കോസ്റ്റില്, അതായത് കുറഞ്ഞ ചെലവിന് നമുക്കൊരു 3-4 മാസത്തിനുള്ളിൽ അതിനൊരു പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കും. പെട്ടെന്ന് തന്നെ നമുക്ക് അതിനൊരു സൊല്യൂഷൻ കിട്ടും. അങ്ങനെ ഒരു ആക്ട് അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ട് ആണ് കേട്ടോ. പിന്നെ നോക്കാം. ഇറ്റ് പ്രൊവൈഡ്സ് റിഡ്രസൽ ഫോർ ഇഫക്റ്റീവ് ഗുഡ്സ്, എഫിഷ്യന്റ് സർവീസ്, അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്. എന്തിനൊക്കെയാണ് ഇത് സൊല്യൂഷൻ കൊടുക്കുന്നത്? ഇറ്റ് പ്രൊവൈഡ്സ് ദ റിഡ്രസൽ. റിഡ്രസൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സൊല്യൂഷൻ ആണ് അല്ലെ, പരിഹാരം കാണാണ്. ഫോർ ദ ഡിഫക്റ്റീവ് ഗുഡ്സ്, എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ വാങ്ങുമ്പോൾ എന്തെങ്കിലും മോശമാണ്, ഇപ്പൊ കേടുപാട് പറ്റിയിട്ട് എന്തെങ്കിലും പോരായ്മകളുള്ള സാധനങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ ഡിഫക്റ്റീവ് ഗുഡ്സുകള്. അതുപോലെ ഡെഫിഷ്യന്റ് സർവീസ്, ഇപ്പൊ നമ്മൾ സേവനത്തിൽ കൊടുക്കുന്ന ചില അപര്യാപ്തതയായിരിക്കും, വേണ്ട ശരിയായ രീതിയിലുള്ള ഒരു സേവനം കസ്റ്റമറിന് പ്രൊവൈഡ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്,
എന്ന് പറഞ്ഞാല് ഇപ്പോ ഈ പറയുന്ന കസ്റ്റമേഴ്സിന്റെ സ്വാതന്ത്ര്യത്തിന് പരിമിതിപ്പെടുത്തുന്ന രീതിയിൽ അന്യായമായിട്ട് ചില വ്യാപാര സമ്പ്രദായങ്ങൾ നടപ്പിലാക്കി ഉപഭോക്താവിന് നഷ്ടം വരുത്തുക, അങ്ങനെയുള്ള ന്യായമല്ലാത്ത ചില വ്യാപാര സമ്പ്രദായങ്ങള്. അപ്പൊ അതിനൊക്കെയുള്ള ഒരു സൊല്യൂഷൻ ആണ് ഇത് ഈ പറയുന്ന കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. ശരിക്കും പറഞ്ഞ എന്താണ്, കൺസ്യൂമറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ട് ആണ് കേട്ടോ. മനസ്സിലായില്ലേ? 1987 സെപ്റ്റംബർ 1 ഈ ഒരു ആക്ട് വന്നിട്ടുള്ളത്. ഈ ഒരു ആക്ട് പ്രകാരം വളരെ മിനിമം കോസ്റ്റ് കൊണ്ട് നമുക്കൊരു 3-4 മാസത്തിനുള്ളിൽ ഇതിന് സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് പറ്റും. പ്രത്യേകിച്ച് കസ്റ്റമേഴ്സിന് എന്തെങ്കിലും വികലമായിട്ടുള്ള ഗുഡ്സുകൾ കൊടുക്കുക, അല്ലെങ്കിൽ സേവനങ്ങളിൽ എന്തെങ്കിലും അപര്യാപ്തത വരിക, അല്ലെങ്കിൽ വളരെ ന്യായമല്ലാത്ത ഏതെങ്കിലും വ്യാപാര സമ്പ്രദായങ്ങളൊക്കെ നടപ്പിലാക്കുക വഴി വരുന്ന നഷ്ടങ്ങൾ, അതിനൊക്കെ ഒരു പരിഹാരം എന്നോണം കൊണ്ടുവന്നിട്ടുള്ള ആക്ട് ആണ് കേട്ടോ. ഇനി ആരാണ് കൺസ്യൂമർ? ഹു ഈസ് കൺസ്യൂമർ? നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. എ പേഴ്സൺ ഹു ഹയേഴ്സ് എനി സർവീസസ് ഫോർ എനി കൺസിഡറേഷൻ. അതായത് എന്താണ്, സർവീസ് വാങ്ങുന്ന വ്യക്തി അല്ലെ, ഏതെങ്കിലും സേവനങ്ങൾ എടുക്കുന്ന വ്യക്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺസ്യൂമർ, ഉപഭോക്താവ് അഥവാ കസ്റ്റമർ അല്ലെ. ഇപ്പോഴും കൺസ്യൂമർ ആണ് എന്തെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലെ. കൺസ്യൂമറിനെ എപ്പോഴും സാറ്റിസ്ഫൈ ചെയ്യും, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. Who is a consumer? He is a person who hires any services for any considerations. Okay ആണല്ല. ഇനി നമ്മൾ കാണുന്നത് ഡെഫിഷ്യൻസി ആണ് കേട്ടോ, അഭാവം. എന്തിന്റെ അഭാവത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്? അതായത് ഒരു ഉപഭോക്താവിന് എന്തെല്ലാം അഭാവങ്ങൾ അവർക്ക് ഉണ്ടായേക്കാം, അല്ലെങ്കിൽ എന്തെല്ലാം ഡെഫിഷ്യൻസി വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു ആക്ട് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കുന്നത്. എന്തൊക്കെ അഭാവങ്ങൾ വരുമ്പോഴാണ്? ഒന്നാമത്തെ പറയുന്നത് എ ഫോൾട്ട്, imperfection, shortcoming or inadequacy in the quality, nature and manner of performance of a contract or otherwise in relation to the service. അതാണ് പറയുന്നേ, നേരത്തെ പറഞ്ഞത് തന്നെ കേട്ടോ. ഫോൾട്ട്, നമ്മൾ കേടുപാടുള്ളതോ മറ്റെന്തെങ്കിലും പോരായ്മകളോ ഉള്ള സാധനങ്ങൾ നമുക്ക് കിട്ടുകയാണ്, നമ്മൾ പൈസ കൊടുത്തു നമുക്ക് കിട്ടുന്നത് കേടുപാടുള്ളത് എന്തെങ്കിലും ഐറ്റംസുകളാവാം, അല്ലെങ്കിൽ ഇംപെർഫെക്ഷൻ, വാങ്ങിയ സാധനങ്ങൾക്ക് എന്തെങ്കിലും പെർഫെക്ഷൻ ഇല്ലായ്മ, ഷോർട്ട് കമ്മിങ്സ്, പോരായ്മകള്, പിന്നെന്താണ്, ഓർ ഇനാഡിക്വസി ഇൻ ദ ക്വാളിറ്റി, നേച്ചർ ആൻഡ് മാനർ ഓഫ് പെർഫോമൻസ് ഓഫ് എ കോൺട്രാക്ട്. വാങ്ങുന്ന സാധനത്തിന് വേണ്ടത്ര ഗുണനിലവാരം ഇല്ലാതിരിക്കുക, അതിന്റെ നേച്ചർ അല്ലെ, നേച്ചർ മീൻസ് അതിന്റെ ഘടന അല്ലെങ്കിൽ അതിന്റെ പെർഫോമൻസ്. ഒരു ഇലക്ട്രോണിക് ഉപകരണം വാങ്ങിച്ചു, അവര് പറയുന്ന രീതിയിൽ അത് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നില്ല, വീട്ടിൽ കൊണ്ടുവന്ന് പ്രവർത്തിച്ചപ്പോ അവര് പറഞ്ഞ പ്രകാരം അവർ ഈടാക്കിയ പൈസ പ്രകാരമുള്ള ഒരു പെർഫോമൻസ് അതിനില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് പരാതിപ്പെടാം. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള്. ഓർ അതർവൈസ് ഇൻ റിലേഷൻ ടു ദ സർവീസ്, അല്ലെങ്കിൽ എന്താണ്, സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങളായിരിക്കും. ഇപ്പൊ നല്ലൊരു സേവനം കൊടുക്കുന്നില്ല, ഒരു കസ്റ്റമർ നമ്മുടെ ഷോപ്പിലോട്ട് വരുന്ന സമയത്ത്, ഇപ്പൊ നമ്മളിപ്പോ ഷോപ്പ് വെച്ച് പറയുന്നത് ഇപ്പൊ ഹോസ്പിറ്റലാണെന്നെങ്കിൽ ഇരിക്കട്ടെ, അപ്പൊ ഒരു പേഷ്യന്റ് അവിടെ വരുമ്പോൾ അവരോട് മോശമായിട്ട് ബിഹേവ് ചെയ്യുക, അല്ലെങ്കിൽ വേണ്ടത്ര രീതിയിൽ അവർക്ക് കെയർ കൊടുക്കാതിരിക്കുക, അതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്, മോശം സേവനങ്ങളാണ് അല്ലെ. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ആക്ട് പ്രകാരം നമുക്ക് കേസ് രജിസ്റ്റർ ചെയ്യാം, പരാതി കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, സാധനങ്ങൾ വാങ്ങുമ്പോൾ കേടുപാട് വരിക, പോരായ്മകൾ വരിക, അതുപോലെ തന്നെ എന്താണ്, ഈ പറയുന്ന പോലെ നമുക്ക് തീരുമാനശ്രിതം രേഖപ്പെടുത്തിയിട്ടുള്ളതായിട്ടുള്ള വിലയേക്കാൾ കൂടുതൽ വില ഈടാക്കാം, അതിനേക്കാൾ കൂടുതൽ വില ഈടാക്കാം, അല്ലെങ്കിൽ നമ്മുടെ ജീവനോ അല്ലെങ്കിൽ നമ്മുടെ സ്വത്തിനോ ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള സാധനങ്ങൾ വിൽക്കുക. പിന്നെ ചിലവർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന വിൽപ്പന കൂടുന്നതിന് വേണ്ടിയിട്ട്, കൂടുതൽ കസ്റ്റമേഴ്സിനെ കിട്ടാൻ വേണ്ടിയിട്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ചില പരസ്യങ്ങൾ കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാലോ പലതും. അപ്പൊ അതിനൊക്കെ എതിരെയുള്ള ഒരു പ്രൊട്ടക്ഷൻ എന്നോണം വന്നിട്ടുള്ള ഒരു ആക്ട് ആണ് കേട്ടോ. ക്ലിയർ ആയല്ലോ എന്താ ഉദ്ദേശിച്ചേക്കുന്നത്? ഇനി നോക്കൂ, സർവീസ്, സേവനത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സർവീസ് ഓഫ് എനി ഡിസ്ക്രിപ്ഷൻ എക്സ്ക്ലൂഡിങ് ഫ്രീ സർവീസ്, അതായത് സൗജന്യ സേവനം ഒഴികെയുള്ള എല്ലാ സേവനങ്ങളുടെയും എന്താണ് പ്രശ്നങ്ങള് നമുക്ക് ഈ ആക്ട് പ്രകാരം പരിഹരിക്കാം. സൗജന്യ സേവനം അതിനകത്ത് ഉൾപ്പെടുത്തുന്നത് നമുക്ക് സൗജന്യമായിട്ട് കിട്ടുന്നതാണല്ലോ, അത് കിട്ടിയത് ഭാഗ്യം മാത്രം വിചാരിച്ചാൽ മതി. അല്ലാതെയുള്ള സൗജന്യ സേവനങ്ങൾ ഒഴികെയുള്ള മറ്റെല്ലാ സേവനങ്ങളുടെയും പോരായ്മകൾ നമുക്ക് ഈ ഒരു ആക്ട് പ്രകാരം പരിഹരിക്കാനായിട്ട് സാധിക്കും. മനസ്സിലായല്ലോ? ഇനി എന്താണ് ടൈം ലിമിറ്റേഷൻ? ടൈം ലിമിറ്റേഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോ നമ്മുടെ ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഉപഭോക്തൃ സംരക്ഷണ കോടതികളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അത് സെൻട്രൽ ഉണ്ട്, സ്റ്റേറ്റ് ഉണ്ട്, ഡിസ്ട്രിക്ട് ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. അത് കൂടാണ്ട് ഒരു ത്രിതല ഉപദേശക സമിതികളൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. അതായത് സംസ്ഥാന മറ്റേ എന്താണ് കേന്ദ്ര തലത്തിൽ കേന്ദ്ര സുരക്ഷാ കൗൺസിൽ ഉണ്ട്, ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ ഉണ്ട്, സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ ഉണ്ട്,
ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിലുകളുണ്ട്. അങ്ങനെ ഓരോന്നിലും പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നോക്കുക, ടൈം ലിമിറ്റേഷനിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എ ക്ലെയിം ഫോർ കോമ്പൻസേഷൻ അണ്ടർ CPA, ഇതാണ് CPA, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് കേട്ടോ. CPA എന്നാണ് പറയുന്നത്. മസ്റ്റ് ബി ഫൈൽഡ് വിത്തിൻ 3 years. അപ്പൊ നമ്മള് ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരമുള്ള എല്ലാ കേസുകളും വിത്തിൻ 3 years, 3 വർഷത്തിലൊരിക്കല്, 3 വർഷത്തിനുള്ളിൽ ഒരിക്കലല്ല കേട്ടോ, 3 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം, ഫയൽ ചെയ്തിരിക്കണം. അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ ഡിലേ വരുത്തരുത്. പറയുന്നത് 3 വർഷമാണ് കേട്ടോ. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഓപ്ഷനിൽ ചിലപ്പോൾ 5, 6, 10 എന്നൊക്കെ പറഞ്ഞു തരും കേട്ടോ. കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം നമ്മൾ കേസ് ഫയൽ ചെയ്യേണ്ടത് 3 വർഷത്തിനുള്ളിലാണ് കേട്ടോ. അടുത്തത്, നാഷണൽ ഫോറം ഡീൽസ് ദ കേസസ് ഗ്രേറ്റർ ദാൻ 30 lakhs. അപ്പൊ ഒരു 30 ലക്ഷത്തിൽ കൂടുതലോ വരുന്ന കേസുകളാണെങ്കിൽ അത്തരം കേസുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് നാഷണൽ ഫോറത്തിനാണ് കേട്ടോ. അതായത് നമ്മുടെ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ കൗൺസിലിനാണ് അത്രയും വരെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണുന്നത്. 30 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ സംസ്ഥാന തലത്തിലായിരിക്കും അതിന് കേന്ദ്രം കേട്ടോ. കേന്ദ്രമാണ് നാഷണൽ, കേന്ദ്ര ലെവലിലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, അതിന് ഒരു സൊല്യൂഷൻ കാണുന്നത്. ഇനി സ്റ്റേറ്റ് ഫോറത്തിലാണെങ്കിൽ ഗ്രേറ്റർ ദാൻ 5 lakhs കേട്ടോ. 5 ലക്ഷമോ അതിൽ കൂടുതലോ ഉള്ള കേസുകളാണെങ്കിൽ സ്റ്റേറ്റ് ലെവലിലേക്ക്, സ്റ്റേറ്റ് ഫോറത്തിലായിരിക്കും അതിന് പരിഹാരം കാണുന്നത്. ഇനി ഡിസ്ട്രിക്ട് ഫോറം അപ് ടു 5 lakhs, 5 ലക്ഷം വരെയുള്ളതാണെങ്കിൽ അത് ഡിസ്ട്രിക്ട് ഫോറത്തിലായിരിക്കും അതിനുള്ള സൊല്യൂഷൻ കാണുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. എമൗണ്ട് ഒന്ന് നോട്ട് വെക്കാം. 30 കൂടുതലാണെങ്കിൽ ഹൈ എമൗണ്ട് ആണല്ലോ, അപ്പൊ അത് നാഷണൽ ഫോറത്തിലാണ് അത്തരം കേസ്. ഇനി 5 കൂടുതലാണെങ്കിൽ സ്റ്റേറ്റ് ലെവലിലായിരിക്കും. 5 വരെയുള്ളതാണെങ്കിൽ അത് ഡിസ്ട്രിക്ട് ഫോറത്തിലായിരിക്കും അത്തരം കേസുകൾ പരിഗണിക്കുന്നത് കേട്ടോ. മനസ്സിലായല്ലോ? ഇത്രയും പഠിക്കാനുള്ളൂ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് കേട്ടോ. നിങ്ങൾ പഠിച്ചു വെക്കാം. 1987 സെപ്റ്റംബർ 1-നാണ് ആ ഒരു ആക്ട് വന്നിരിക്കുന്നത്. ആ ഒരു ആക്ട് വളരെ കസ്റ്റമേഴ്സിന് ഏറ്റവും പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു ആക്ട് ആണ്. അതായത് ഇത്തരത്തിലുള്ള കേടുപാടുകളോ പോരായ്മകളോ ഗുഡ്സ് കൊണ്ടുവരുമ്പോഴോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇംപെർഫെക്ഷൻസോ കൊടുക്കുന്ന സേവനത്തിൽ എന്തെങ്കിലും പോരായ്മകളോ ഉണ്ടെങ്കിൽ ഈ ഒരു ആക്ട് പ്രകാരം നമുക്ക് പരാതിപ്പെടാവുന്നതാണ്. ഈ ഒരു ആക്ടിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണ്? മിനിമം കോസ്റ്റ്, ഏറ്റവും കുറഞ്ഞ ചെലവിന് നമുക്ക് 3-4 മാസത്തിനുള്ളിൽ പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പിന്നെ നമ്മൾ കണ്ടു ഇതുമൂലം കസ്റ്റമേഴ്സിൽ ഉണ്ടാവുന്ന ഡെഫിഷ്യൻസി, അഭാവങ്ങൾ. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഫോൾട്ട് ഇംപെർഫെക്ഷൻസ് ഒക്കെ വരിക, വാങ്ങുന്ന സാധനങ്ങളില് മികച്ച പെർഫോമൻസ് ഇല്ലാതിരിക്കുക, സേവനങ്ങൾ മോശം, ഇതൊക്കെയാണ് സാധാരണയായിട്ട് കസ്റ്റമേഴ്സിന് വരുന്ന അഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ കേട്ടോ. പിന്നെ സൗജന്യ സേവനങ്ങൾ ഒഴികെയുള്ള മറ്റെല്ലാ സേവന പ്രശ്നങ്ങളും നമുക്ക് ഇവിടെ പരിഹരിക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ പറഞ്ഞു CPA പ്രകാരമുള്ള കേസുകൾ 3 വർഷത്തിനുള്ളിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കണം. പിന്നെ 30 ലക്ഷം അതിൽ കൂടുതലാണെങ്കിൽ നാഷണൽ ലെവലിലായിരിക്കും. 5 കൂടുതലോ ആണെങ്കിൽ സ്റ്റേറ്റ് ലെവലിലായിരിക്കും. 5 വരെ ആണെങ്കിൽ ഡിസ്ട്രിക്ട് ലെവലിലായിരിക്കും അത്തരം കേസുകൾ പരിഗണിക്കുന്നത് കേട്ടോ. ഇത്രയും പഠിച്ചിരിക്കും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പേഷ്യന്റ് ബിൽ ഓഫ് റൈറ്റ്സ് കേട്ടോ. പേഷ്യന്റിന്റെ അവകാശങ്ങളെ കുറിച്ചാണ് ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, പേഷ്യന്റിന്റെ റൈറ്റ്സ്, എന്തൊക്കെ അവകാശങ്ങളാണ് ഒരു രോഗിക്കുള്ളത്, അവരുടെ ബിൽ ഓഫ് റൈറ്റ്സ്. ഫസ്റ്റ് വൺ, റെസ്പെക്ട്ഫുൾ കെയർ. വളരെ മാന്യമായിട്ടുള്ള ഒരു പരിചരണം, അത് കിട്ടാനുള്ള അവകാശം ആർക്കുണ്ട്? പേഷ്യന്റിനുണ്ട്. അവര് ഏത് ലെവലിൽ പെട്ട ആളുകളാണെങ്കിലും ഒരു മാന്യമായിട്ടുള്ള ഒരു പരിചരണം കൊടുക്കാനുള്ള അല്ലെങ്കിൽ കിട്ടാനുള്ള അവകാശം ആർക്കുണ്ട്? ഒരു പേഷ്യന്റിനുണ്ട് കേട്ടോ. പിന്നെന്താണ്? കംപ്ലീറ്റ് ഇൻഫർമേഷൻ വിത്ത് റിഗാർഡ് ടു ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ആൻഡ് പ്രോഗ്നോസിസ്. അതായത് അവരുടെ രോഗനിർണയം, അവർക്ക് കൊടുക്കുന്ന ചികിത്സ, അതുപോലെ തന്നെ പ്രോഗ്നോസിസ് പറഞ്ഞ എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രഡിക്ഷൻ ആണ് കേട്ടോ, പ്രവചനം. നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ അത്. പ്രോഗ്നോസിസ് എന്താണെന്ന്, അതായത് നമ്മൾ ചില ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ അവരുടെ ഹെൽത്തിൽ ഇത്ര ഇംപ്രൂവ്മെന്റ് ഉണ്ടായിരിക്കും, അതൊരു പ്രഡിക്ഷൻ ആണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ അവരുടെ ആ ഒരു അസുഖനില കുറെ കൂടെ തരണം ചെയ്യാൻ പറ്റും, അവർ കുറെ കൂടി ഇംപ്രൂവ് ആവും. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രഡിക്ഷൻസ് ഉണ്ടാവുമല്ലോ, അതിനെയാണ് നമ്മൾ പ്രോഗ്നോസിസ് എന്ന് പറയുന്നത്. അത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ അറിയാനുള്ള അവകാശം ആർക്കുണ്ട്? ഒരു പേഷ്യന്റ്. അവരുടെ രോഗം എന്താണെന്നും ആ രോഗത്തിന് എന്ത് ട്രീറ്റ്മെന്റ് ആണ് അവർ എടുക്കുന്നത്, അതിലെ എന്തെല്ലാം ഇംപ്രൂവ്മെന്റ്സുകൾ അവർക്ക് പ്രവചിക്കാനായിട്ട് സാധിക്കും എന്നുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും അറിയാൻ ആർക്ക് അവകാശമുണ്ട്? പേഷ്യന്റിന് അവകാശമുണ്ട് കേട്ടോ. പിന്നെ വരുന്നത് എന്താണ്? പേഷ്യന്റ് ഹാസ്
the right to information from the doctor before he gives the consent. അതായത് ഒരു പേഷ്യന്റ് സമ്മതം കൊടുക്കുന്നതിന് മുൻപ് തന്നെ, നേരത്തെ രണ്ടാമത് പറഞ്ഞ പോയിന്റ് ഒക്കെ തന്നെയാണ് കേട്ടോ, ഡോക്ടറിൽ നിന്ന് എല്ലാ വിവരങ്ങളും അറിയാനുള്ള അവകാശമുണ്ട്. ഇതിപ്പോ എന്ത് ഗുരുതരമായിട്ടുള്ള രോഗങ്ങളാണെങ്കിൽ കൂടി അതൊന്നും മറച്ചു വെക്കില്ല, എല്ലാവരും പറയും. അവര് കൃത്യമായിട്ട് പേഷ്യന്റിനോടായാലും പറയും. കാര്യം അത് അറിഞ്ഞാൽ മാത്രമാണ് അവർക്ക് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാനും അത് അവരുടെ ശരീരത്തിൽ എഫക്റ്റ് ആവുള്ളൂ. മനസ്സിലായല്ലോ? അത്തരത്തില് ഒരു രോഗിയുടെ സമ്മതത്തിന് മുൻപ് തന്നെ ഡോക്ടറിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ടുള്ള വിവരങ്ങൾ അറിയാൻ പേഷ്യന്റിന് അവകാശമുണ്ട്. അടുത്തത് റൈറ്റ് ടു റിഫ്യൂസ് ദ ട്രീറ്റ്മെന്റ് ടു ദ എക്സ്റ്റെന്റ് പെർമിറ്റഡ് ബൈ ദ ലോ ആൻഡ് ടു ബി ഇൻഫോംഡ്. അതോടൊപ്പം തന്നെ പേഷ്യന്റിന് ചില ട്രീറ്റ്മെന്റുകൾ നിരാകരിക്കാനുള്ള അവകാശം ആർക്കുണ്ട്? പേഷ്യന്റിനുണ്ട്. ചില പേഷ്യൻസിന് തോന്നുകയാണ് ആ ട്രീറ്റ്മെന്റ് വേണ്ട, അല്ലെങ്കിൽ അവർക്കത് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധിച്ചൊരിക്കലും അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കരുത് കേട്ടോ. അവരെ പരമാവധി ബോധ്യപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രമിക്കാം. ഇൻ കേസ് അവർക്ക് അതിൽ തൃപ്തരല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ട്രീറ്റ്മെന്റ് നിരസിക്കാനുള്ള ഒരു അവകാശം കൂടെ ആർക്കുണ്ട്? ഒരു പേഷ്യന്റിന് ഉണ്ട്. അതാണ് പറയുന്നത് ടു ദ എക്സ്റ്റെന്റ് പെർമിറ്റഡ് ബൈ ലോ. അതൊരു നിയമപരിധിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ അവർക്ക് ചില ട്രീറ്റ്മെന്റുകൾ നിരാകരിക്കാം. ആൻഡ് ടു ബി ഇൻഫോംഡ്, അത്തരം കാര്യങ്ങൾ അവർക്ക് ഡോക്ടറെ അറിയിക്കുകയും ചെയ്യാം കേട്ടോ. നിരാകരിക്കുന്നതിനുള്ള കാരണം എന്താണെന്നും എന്തുകൊണ്ടാണ് അവർ റിഫ്യൂസ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ അവരെ ഇൻഫോം ചെയ്യിക്കാം കേട്ടോ. പിന്നെ പറയുന്നത് മെഡിക്കൽ കോൺസിക്വൻസസ് ആണ്. അതായത് മെഡിക്കൽ അനന്തര ഫലങ്ങൾ. ഇപ്പൊ ഏതൊരു ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിലും അതിന് ചെറിയ സൈഡ് ഇഫക്റ്റും കോൺസിക്വൻസസ് ഉണ്ടാവും. നമ്മളിപ്പോ ഡയാലിസിസ് ചെയ്യുകയാണെങ്കിലും ഒരു കീമോതെറാപ്പി ചെയ്യുകയാണെങ്കിലും അതിനെല്ലാത്തിനും എന്തുണ്ട്? മെഡിക്കൽ കോൺസിക്വൻസസ് ഒക്കെ ഉണ്ട് അല്ലെ. അതിനെ കുറിച്ചൊക്കെ ഒരു അവയർനെസ് അറിയാൻ, അത്തരം കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള അവകാശമൊക്കെ പേഷ്യന്റിനുണ്ട് കേട്ടോ. പൂർണ്ണമായിട്ടെല്ലാം അവരെ അറിയിച്ചിരിക്കണം. പിന്നെന്താ പറയുന്നത്? റൈറ്റ് ടു പ്രൈവസി. ഓൾ കമ്മ്യൂണിക്കേഷൻ ആൻഡ് റെക്കോർഡ്സ് must be treated as confidential. എന്താണ്? റൈറ്റ് ടു പ്രൈവസി, സ്വകാര്യതയ്ക്കുള്ള അവകാശം. സ്വകാര്യതയ്ക്കുള്ള അവകാശം എന്താണ്? നമ്മുടെ മൗലിക അവകാശമാണ് അല്ലെ. നമ്മുടെ മൗലികമായിട്ടുള്ള അവകാശമാണ് കേട്ടോ. നമ്മുടെ ഭരണഘടന നമുക്ക് ആർട്ടിക്കിൾ 21 പ്രകാരം നമുക്ക് ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും സ്വകാര്യതയ്ക്കുള്ളത് അവകാശമുണ്ട് കേട്ടോ. അതിനകത്തൊന്നും കൈകടത്താനായിട്ട് പാടില്ല. അതുകൊണ്ട് തന്നെ പേഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കമ്മ്യൂണിക്കേഷൻസും റെക്കോർഡുകളും റെക്കോർഡുകളും വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട്, വളരെ രഹസ്യമായിട്ട് വേണം സൂക്ഷിക്കാനായിട്ട്. അവരുടെ അനുവാദം ഇല്ലാതെ അവരെ പറ്റിയുള്ള കാര്യങ്ങൾ പുറത്തേക്ക് റിലീസ് ചെയ്യുകയോ അങ്ങനെയൊന്നും പാടില്ല. സ്വകാര്യത എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. പ്രത്യേകിച്ച് അസുഖങ്ങൾക്ക് വരുമ്പോ അതിന് സ്വകാര്യത വേണം. അപ്പൊ അങ്ങനെയൊക്കെയുള്ളത് കീപ്പ് ചെയ്യാം കേട്ടോ. വോയിസ് കേൾക്കുന്നില്ലേ? സൗണ്ടിന് കുറവെന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? അടുത്തതാണ് പിന്നെ നെക്സ്റ്റ് വരുന്നത് ഹോസ്പിറ്റൽസ് മസ്റ്റ് പ്രൊവൈഡ് ഇവാലുവേഷൻ സർവീസ് ആൻഡ് റെഫറൽ ആസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ അർജൻസി ഓഫ് ദ കേസ്. കേസിന്റെ അടിയന്തരാവസ്ഥയ്ക്ക് അനുസരിച്ച്, അർജൻസിക്ക് അനുസരിച്ച് അവർക്ക് എന്താണ്? അവർ ഇവാലുവേഷൻ പേഷ്യന്റിനെ വിലയിരുത്തുക, അവർക്ക് നല്ല സേവനങ്ങൾ കൊടുക്കുക. അതോടൊപ്പം തന്നെ ഇപ്പൊ എന്തെങ്കിലും കാരണവശാൽ പേഷ്യന്റിന് അവിടെ അവരുടെ ചികിത്സയ്ക്ക് അനുയോജ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഇല്ലാതിരിക്കട്ടെ, ആ ഒരു ഹോസ്പിറ്റലിൽ ഇല്ലാന്ന് വിചാരിക്കുക. അപ്പൊ അവരുടെ ട്രീറ്റ്മെന്റ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആ സംവിധാനങ്ങളുള്ള മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് എന്ത് ചെയ്യേണ്ടി വരും? അവരെ റെഫർ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ളത് അവർക്ക് വേണ്ടി കൊടുക്കണം. മനസ്സിലായല്ലോ? അപ്പൊ അതാണ് ഹോസ്പിറ്റൽസ് മസ്റ്റ് പ്രൊവൈഡ് ചെയ്ത ഇവാലുവേഷൻ സർവീസ് ആൻഡ് റെഫറൽ ആസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ അർജൻസി ഓഫ് ദ കേസ്. പേഷ്യന്റിന്റെ അടിയന്തരാവസ്ഥയ്ക്ക് അനുസരിച്ച് അവർക്ക് വേണ്ട ഇവാലുവേഷൻ അവരുടെ ട്രീറ്റ്മെന്റുകൾ വിലയിരുത്തണം, അവർക്ക് നല്ല സേവനങ്ങൾ കൊടുക്കണം. ഇൻ കേസ് അതിനുള്ള സംവിധാനങ്ങൾ ആ ഹോസ്പിറ്റലിൽ ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലേക്ക്, അതെല്ലാം ഉള്ള ഹോസ്പിറ്റലിലേക്ക് അവരെ റെഫർ ചെയ്തിരിക്കണം. അതൊക്കെ പേഷ്യന്റിന്റെ അവകാശമാണ് കേട്ടോ. അങ്ങനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പേഷ്യന്റ് അത് ക്ലെയിം ചെയ്യാം. ഓക്കെ, അവരോട് ആവശ്യപ്പെടാം. അത് അടുത്തതാണ് ഇത് റിലേഷൻഷിപ്പ് ഓഫ് ഹോസ്പിറ്റൽ ടു അതർ ഹോസ്പിറ്റൽ വേർ വൺ ഈസ് ബീയിങ് റെഫേർഡ് ടു. നമ്മൾ പറഞ്ഞല്ലോ, റെഫർ ചെയ്യുന്നു പറഞ്ഞല്ലോ. ഈ റെഫർ ചെയ്യുന്ന സമയത്ത് അവരങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ മാത്രം പോരാ, ആ ഒരു ഹോസ്പിറ്റലുമായിട്ട് നല്ലൊരു റിലേഷൻ, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഈ പറഞ്ഞു വിടുന്ന ഹോസ്പിറ്റല് ഉണ്ടാക്കിയിരിക്കണം. ഇപ്പൊ ഈ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യന്റിന് ബുദ്ധിമുട്ട് വന്നു, അതിനുള്ള സംവിധാനം ഇല്ല, റിസോഴ്സ് ഇല്ലാത്തത് കൊണ്ട് മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് അവരെ കൊണ്ടുപോയി. അപ്പൊ ആ ഹോസ്പിറ്റലുമായിട്ട് ഇവർക്ക് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. കാര്യം എന്താണ്? ഈ രോഗിയുടെ കംപ്ലീറ്റ് വിവരങ്ങളും
അറിയാവുന്നത് ഇവർക്കാണ് അല്ലെ. അപ്പൊ ഇവര് അതുമായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ അവർക്കും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് ആ ഒരു പേഷ്യന്റിന് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അതും ആരുടെ അവകാശമാണ്? പേഷ്യന്റിന്റെ റൈറ്റ് ആണ് കേട്ടോ. ഇനി പറയുന്നത് റൈറ്റ് ടു റെഫ്യൂസ്. നിങ്ങളുടെ നോട്ടിൽ എന്താ കിടക്കുന്നത്? നിങ്ങളുടെ നോട്ടിൽ എന്താ കിടക്കുന്നത്? റൈറ്റ് ടു റെഫ്യൂസ് എന്നാണോ, അത് റൈറ്റ് ടു ഡിനേ അങ്ങനെ എന്തെങ്കിലും ആണോ കിടക്കുന്നത് എന്ന് പറയാമോ? ഒന്ന് ജസ്റ്റ് നോക്കി പറഞ്ഞേ. ഡിനേ എന്നാണ് കിടക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ അത് ആദ്യത്തെ ബാച്ചുകാരെ എന്നോട് പറഞ്ഞു ഇങ്ങനെയല്ല കിടക്കുന്നത് കേട്ടോ. അതാണ് ചോദിച്ചത്. ഇവിടെ കിടക്കുന്ന റെഫ്യൂസ് എന്നാണ്. കുഴപ്പമില്ല, രണ്ടും സെയിം മീനിങ് തന്നെയാണ് കേട്ടോ. റൈറ്റ് ടു റെഫ്യൂസ് ഓർ റൈറ്റ് ടു ഡിനൈ. ഡിനൈ പിന്നെന്താ എഴുതിയേക്കുന്നവര്? ഡിനൈ ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാമോ? റൈറ്റ് ടു ഡിനൈ എന്താണ്? ടേക്ക് എ പാർട്ട്. റൈറ്റ് ടു ഡിനൈ ടേക്ക് എ പാർട്ട് ഇൻ റിസർച്ച് എന്നാണോ? ടേക്ക് എ പാർട്ട്. ഓക്കെ. റൈറ്റ് ടു ഡിനൈ എന്താണ്? ടു ടേക്ക് പാർട്ട് ഇൻ റിസർച്ച്. ഓക്കെ, ടു ടേക്ക് പാർട്ട് ഇൻ റിസർച്ച്. റൈറ്റ് ടു ഡിനേ ടു ടേക്ക് പാർട്ട് ഇൻ റിസർച്ച് കേട്ടോ. ഡിനേ എന്ന് വെച്ചാൽ നിഷേധിക്കാം, അത് തന്നെയാണ് റെഫ്യൂസ്, നിരസിക്കാനുള്ള അർത്ഥമാണ് കേട്ടോ. ചേഞ്ച് വരുന്നില്ല. നേരത്തെ നമ്മൾ പറഞ്ഞില്ല റൈറ്റ് ടു റെഫ്യൂസ് ട്രീറ്റ്മെന്റ് എന്നതുപോലെ റിസർച്ചുകളുടെ പങ്കെടുക്കാൻ അല്ലെങ്കിൽ റിസർച്ചിൽ ടേക്ക് പാർട്ട് ചെയ്യാനുള്ള അവസരങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ റിഫ്യൂസ് ചെയ്യാനുള്ള, നിഷേധിക്കാനുള്ള അവകാശം ആർക്കുണ്ട്? ഒരു പേഷ്യന്റിനുണ്ട്. മനസ്സിലായോ? ഒരു പേഷ്യന്റിന് ചിലപ്പോ റിസർച്ചിന്റെ ഭാഗമാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അവർക്കത് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? അതിന് നിഷേധിക്കാം അല്ലെ. അവർക്ക് അതിന് താല്പര്യമില്ല. അപ്പൊ ചില പ്രത്യേക അസുഖങ്ങളുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവരെ വേണമെങ്കിൽ ഒരു ഗവേഷണത്തിന്റെ ഭാഗമാക്കാം. ചിലതങ്ങനെയൊക്കെ ചെയ്യൂലോ. അപ്പൊ അവർക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ, ആ പേഷ്യന്റിന് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത് നിരാകരിക്കാനുള്ള അവകാശം അവർക്കുണ്ട് കേട്ടോ. അടുത്തത് എന്താണ്? റൈറ്റ് ടു നോ അപ്പോയിന്റ്മെന്റ്സ് ഓർ അവൈലബിലിറ്റി ഓഫ് ഡോക്ടർ, കണ്ടിന്യൂവിറ്റി ഓഫ് ഹെൽത്ത് കെയർ ഡിമാൻഡ്സ് ആഫ്റ്റർ ഡിസ്ചാർജ്. ഇതൊക്കെയാണ് റൈറ്റ് ടു നോ ദ അപ്പോയിന്റ്മെന്റ്സ് ഓർ അവൈലബിലിറ്റി ഓഫ് ഡോക്ടർ. ഡോക്ടറുടെ ലഭ്യത, ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ്സ്, അതൊക്കെ അറിയാനുള്ള അവകാശമുണ്ട്. അത് കൂടാണ്ട് ഡിസ്ചാർജിന് ശേഷം അവർക്ക് കിട്ടേണ്ട ആരോഗ്യ സംരക്ഷണം അല്ലെ, ആരോഗ്യ പരിചരണം കിട്ടാനുള്ള അവകാശം ആർക്കുണ്ട്? ഒരു പേഷ്യന്റ്. ഓക്കെ, ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞു, അതോടുകൂടി ഹോസ്പിറ്റലിന്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്വം തീർന്നു എന്ന് വിചാരിക്കരുത്. പേഷ്യന്റിന് അതിനുശേഷം അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടിങ്ങും ആര് കൊടുത്തിരിക്കണം? ഹോസ്പിറ്റലുകാർ കൊടുത്തിരിക്കണം. അതിനുള്ള അവകാശം ആർക്കുണ്ട്? ആ ഒരു പേഷ്യന്റിന് ഉണ്ട്. മനസ്സിലായല്ലോ? അതാണ്. പിന്നെ ഡോക്ടർമാരുണ്ടോ, ഡോക്ടറുടെ ലഭ്യത, അവരുടെ സേവനമൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ അവകാശമുണ്ട്. പിന്നെ പറയുന്നത് റൈറ്റ് ടു ഇൻസ്പെക്ട് ആൻഡ് റിസീവ് ദ എക്സ്പ്ലനേഷൻ ഓഫ് ബില്ല്. അതായത് ബില്ല് അറിയാനും ബില്ലിന്റെ വിശദീകരണങ്ങളൊക്കെ പരിശോധിക്കാനും അറിയാനും അവകാശമുണ്ട് കേട്ടോ. അത് വേറെ ഏതോ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബില്ല് പരിശോധിക്കാനും ബില്ല് അറിയാനുള്ള അവകാശം ഒരു പേഷ്യന്റിനുണ്ട് കേട്ടോ. അതാണ് പറയുന്നത് റൈറ്റ് ടു ഇൻസ്പെക്ട് ആൻഡ് റിസീവ് ദ എക്സ്പ്ലനേഷൻ ഓഫ് ബില്ല്. ബില്ല് അറിയാനും അതിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കാനുള്ള അവകാശം പേഷ്യന്റിനുണ്ട്. പിന്നെന്താണ്? റൈറ്റ് ടു ഹോസ്പിറ്റൽ റൂൾസ്. ഹോസ്പിറ്റൽ റൂൾസുകൾ അറിയാനും ആർക്ക് അവകാശമുണ്ട്? പേഷ്യന്റിന് അവകാശമുണ്ട്. അതനുസരിച്ചല്ലേ അവർക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇത്രയും നമ്മൾ കണ്ടത് എന്താണ്? പേഷ്യന്റിന്റെ എന്താണ് ബിൽ ഓഫ് റൈറ്റ്സ് ആണ്. ഓക്കെ, ഡിസ്ചാർജ് പ്രോസസ്. അതന്നെ, ഡിസ്ചാർജ് ചെയ്തതിന് ശേഷമുള്ള അവരുടെ ആരോഗ്യ സംരക്ഷണത്തെ പറ്റി അല്ലെങ്കിൽ ആരോഗ്യ പരിചരണം ലഭിക്കാനുള്ള അവകാശം പേഷ്യന്റിന് ഉണ്ട് കേട്ടോ. ഓക്കെയാണോ? മനസ്സിലായില്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മിസലേനിയസ് ആക്ട് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു ഹോസ്പിറ്റൽസ്. കുറെ ആക്ടുകൾ നമ്മളിവിടെ കണ്ടു അല്ലെ. ഇനി ഹോസ്പിറ്റലിൽ അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെടുന്ന മറ്റു പല ആക്ടുകളാണ് നമ്മൾ ഇനി കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ബോറടിക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ. പിന്നെ നിങ്ങളൊക്കെ സുഖമായിട്ടിരിക്കണല്ലേ? 2 ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? വായിച്ചോ നിങ്ങള് ചാപ്റ്റർ ഒക്കെ? അപ്പൊ നമുക്കിനി അടുത്തതിലോട്ട് കിടക്കാം കേട്ടോ. വായിച്ചു നോക്കി. ഓക്കെ, പെട്ടെന്ന് കഴിഞ്ഞു പോയി 2 ഡേയ്സ്. അതങ്ങനെയാണ് ഷിജിന. ഒരു 2 ദിവസം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കടന്നു പോയി. അതുപോലെ ഹോളിഡേ ഒക്കെ കിട്ടിക്കഴിഞ്ഞാലും പെട്ടെന്ന് തീർന്നു അല്ലെ. ഒന്നും എൻജോയ് ചെയ്യാനൊന്നിനൊന്നും സമയം ഉണ്ടാവില്ല. ഇങ്ങനെയാണ്. ഓക്കെ, എല്ലാവരും ബിസിയല്ലേ എപ്പോഴും?
എന്ത് ചെയ്തു ഓർമ്മയില്ല. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് അതിലേക്ക് കടക്കാം. നമുക്ക് അടുത്തത് നോക്കാം. മിസ്സലേനിയസ് ആക്ട് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു ഹോസ്പിറ്റൽസ്. കേട്ടാ, ഹോസ്പിറ്റലില് നമുക്ക് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആക്ട്. ഇതിലൊന്നും നിങ്ങൾ എക്സ്ട്രാ ഒന്നും പഠിക്കാനില്ല. ഓരോ ആക്ടുകളുടെ വർഷം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഓരോ ആക്ടും എന്നാണ്, ഏത് വർഷമാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ബാക്കി പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഓർത്തെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്കൊന്ന് വായിക്കാം. ഫസ്റ്റ് വൺ ആണ് എന്ത്, സൊസൈറ്റീസ്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആക്ടുകളാണ് കേട്ടോ. കാര്യം ഹോസ്പിറ്റലായിട്ട് കുറേയും കൂടെ കണക്റ്റഡ് ആയിട്ട് കിടക്കുന്ന നിയമങ്ങളാണ്. നോക്കുക, സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860. 1860 സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട്. എന്താണ് ഈ ആക്ട് പറയുന്നത്? ദ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860 controls the working and management of institutions established or owned by the charitable trust. അതായത് ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലൊക്കെ അതിന്റെ ഉടമസ്ഥതയിലുള്ളതോ അല്ലെങ്കിൽ അതിന്റെ കീഴിൽ സ്ഥാപിതമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായിരിക്കും. പ്രധാനമായിട്ട് ഹോസ്പിറ്റലിനെയാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അത്തരം ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ മാനേജ്മെന്റ്, അവരുടെ പ്രവർത്തനങ്ങൾ, അതിന്റെ നടത്തിപ്പ്, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വന്ന ഒരു ആക്ട് ആണ് കേട്ടോ, സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860. ശരിക്കും നമ്മൾ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന കൺസെപ്റ്റ്, ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ, പിന്നീടാണ് അതിപ്പോ ബിസിനസ് മൈൻഡഡ് ഒക്കെ ആയിട്ട് മാറിയത്. പക്ഷെ ഒരു എന്താ പറയാ, ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ളതോ അതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ആ സ്ഥാപനങ്ങൾ ഉണ്ടല്ലോ, അതിന്റെ മാനേജ്മെന്റ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ട് ആണ് കേട്ടോ. അപ്പൊ നോക്കൂ, ഓൾ ഹോസ്പിറ്റൽസ് ഇൻ ദ വോളണ്ടറി സെക്ടർ ഓർ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ അഥവാ NGO, ഇതിന്റെ ഫുൾ ഫോം നമ്മൾ നേരത്തെ പഠിച്ചതാണ് കേട്ടോ. NGO in the medical care field should be registered under this act. അതുകൊണ്ട് തന്നെ സന്നദ്ധ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഹോസ്പിറ്റലുകളും നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ്, അതായത് മെഡിക്കൽ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ചില നോൺ ഗവൺമെന്റ് അല്ലാത്ത ചില സംഘടനകളുണ്ട്. ഇപ്പൊ സേവാഭാരതി ഇപ്പൊ പോലുള്ള ചില സംഘടനകളൊക്കെ ഉണ്ട് കേട്ടോ. അത് മാത്രമല്ല, അത് വേറെ ഉണ്ട്. അങ്ങനെയുള്ളത് ആയാൽ കൂടിയും അതൊക്കെ ഈ പറയുന്ന ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഏത് ആക്ട് പ്രകാരം? സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് കേട്ടോ, 1860 പ്രകാരം രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അത്രയും അത് പറയുന്നത് കേട്ടോ, 1860. അടുത്തതാണ് ഇത്, സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട്. സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട്. പേരിൽ കിടക്കുന്നുണ്ട് സ്റ്റേറ്റ് എന്ന് കിടക്കുന്നത്. എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഈ പറഞ്ഞ സ്റ്റേറ്റില്, അതായത് ഓരോരോ സംസ്ഥാനങ്ങളിലും അതത് സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ചില പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റുകൾ ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ട് അതത് സ്റ്റേറ്റുകൾ ഓരോ ആക്ടുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പബ്ലിക് ചാരിറ്റബിൾ നാഷണൽ ലെവലിൽ ആക്ട് ഉണ്ട്, നാഷണൽ ലെവലിലുണ്ട്, അതിൽ രജിസ്റ്റർ ചെയ്യണം. അത് കൂടാണ്ട് അതത് സംസ്ഥാനങ്ങൾ എന്ത് ചെയ്യും? അവരുടേതായ ഒരു ആക്ട് അവർ എസ്റ്റാബ്ലിഷ് ചെയ്യും. നമ്മുടെ കേരളത്തിലാണെങ്കിൽ RCC, റീജിയണൽ ക്യാൻസർ സെന്റർ, തിരുവനന്തപുരം. അപ്പൊ അത് നമ്മുടെ കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിനായിട്ട് അത് പാലിക്കേണ്ടതായുള്ള ചില ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ്, കേരള സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ചില ആ ഒരു ആക്ട് ഉണ്ട്. അപ്പൊ അതിന്റെ കീഴിൽ ഇത് രജിസ്റ്റർ ചെയ്തിരിക്കും. മനസ്സിലാവും. നാഷണൽ ലെവലിലും രജിസ്റ്റർ ചെയ്തിരിക്കണം. അതുകൂടാണ്ട് ഓരോരോ സംസ്ഥാനങ്ങളും അതത് സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടിയിട്ട് അവരുടേതായ ആക്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതും രജിസ്റ്റർ ചെയ്യണമെന്നാണ് പറയുന്നത്. അതുപോലെ നമ്മുടെ എന്താണ് ടാറ്റ മെമ്മോറിയൽ ട്രസ്റ്റ് മുംബൈയിലുള്ളത്, മഹാരാഷ്ട്ര. ഓക്കെ, അപ്പൊ അവർക്ക് അവരുടേതായ ആ ഒരു മഹാരാഷ്ട്ര സർക്കാർ അതിന് വേണ്ടിയിട്ടൊരു റൂള്, ഒരു ആക്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ കീഴിലും അത് രജിസ്റ്റർ ചെയ്തിരിക്കും. അങ്ങനെയുള്ളതാണ് കേട്ടോ ഇവിടെ പറയുന്നത്. Some states have enacted their own public charitable trust act. അതായത് സ്റ്റേറ്റ് അവരുടേതായ എന്താണ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട് കൊണ്ടുവന്നിട്ടുണ്ട്. വിച്ച് നോർമലി കൺട്രോൾസ് ദ ഡീറ്റെയിൽഡ് വർക്കിംഗ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ്. ഞാൻ പറഞ്ഞ കാര്യമാണ് കേട്ടോ. അതായത് സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടിയിട്ട് അവരുടേതായ ആക്ട് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് അതിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. അതുകൂടാതെ ഇൻ സച്ച് സ്റ്റേറ്റ്, അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ ദ സൊസൈറ്റി ഷുഡ് ആൾസോ ബി രജിസ്റ്റേർഡ് അണ്ടർ ദ സ്റ്റേറ്റ് ആക്ട്. നമ്മൾ മുൻപ് പറഞ്ഞില്ലേ സൊസൈറ്റീസ്, അത്തരം സൊസൈറ്റികളും ഈ പറയുന്ന ആക്ട്, സ്റ്റേറ്റ് ആക്ടിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. ആ ഒരു സൊസൈറ്റികൾ ഏത് സ്റ്റേറ്റിലാണോ എന്താ പറയാ ഉള്ളത്, ആ സ്റ്റേറ്റ് പ്രകാരമുള്ള ആക്ടിലും അവര് രജിസ്റ്റർ ചെയ്തിരിക്കണം. അതിന്റെ വർഷമൊന്നും പറയുന്നില്ല, ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട്.
ഇനി പറയുന്നത് ആക്ട്സ് ഇൻ റിലേഷൻ ടു എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽസ് ഓർ നഴ്സിംഗ് ഹോംസ്. അതായത് ഹോസ്പിറ്റലുകളും മറ്റ് നഴ്സിംഗ് ഹോമുകളും എന്താണ് സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില നിയമങ്ങൾ. അതെന്ത് നിയമമാണെന്നൊന്നും പറയുന്നില്ല, നിങ്ങൾക്കൊരു ഐഡിയ മാത്രം ഇതിനകത്ത് പറയുന്നുണ്ട്. There are regional laws in each state controlling the establishment and standard about the hospitals of nursing homes. ഈ പറയുന്ന ഹോസ്പിറ്റലുകൾ അഥവാ നഴ്സിംഗ് ഹോമുകളുടെ നഴ്സിംഗ് ഹോംസിന്റെ സ്ഥാപനവും അതിന്റെ നിലവാരവും നിയന്ത്രിക്കുന്നതിനായിട്ട് ഓരോ സ്റ്റേറ്റിനകത്തും പ്രാദേശിക നിയമങ്ങൾ വരെ ഉണ്ടെന്നാണ് പറയുന്നത്. റീജിയണൽ ലോസ് നമ്മൾ പറഞ്ഞു, സ്റ്റേറ്റ് ലെവൽ ആക്ട് ഉണ്ട്, ഇനി മറ്റേ നാഷണൽ ലെവൽ ആക്ട് ഉണ്ട്, സ്റ്റേറ്റ് ലെവൽ ആക്ട് ഉണ്ട്. അതുകൂടാതെ എന്തുണ്ടെന്നാ പറയണേ, റീജിയണൽ ലോകളുണ്ട് അല്ലെ, പ്രാദേശികമായിട്ടുള്ള ചില നിയമങ്ങളുണ്ട്. അത് പ്രവർത്തിക്കുന്ന ആ ഒരു ലൊക്കാലിറ്റിയായിട്ട് ബന്ധപ്പെട്ട് ആ നിയമം അവര് പാലിച്ചിരിക്കും. അതാണ് അതിനൊരു എക്സാമ്പിൾ പോലെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ് ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട്. ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും, ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട്. എന്താണ്? എനി എസ്റ്റാബ്ലിഷ്മെന്റ് legally coming under this definition within the regional municipal jurisdiction should be registered under this act. അതായത് ഈ ഒരു ആക്ട് പ്രകാരം പ്രാദേശിക മുനിസിപ്പൽ പരിധിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന നിയമപരമായിട്ട് അല്ലെങ്കിൽ നിയമാനുസൃതമായിട്ടുള്ള ഏതൊരു സ്ഥാപനവും ഈ പറഞ്ഞ ആക്ടിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്ത് വേണം പ്രവർത്തിക്കാനായിട്ട്. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, റീജിയണൽ ലോകൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ, പ്രാദേശികമായിട്ട് നിയമങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളൊരു ഷോപ്പ് തുടങ്ങി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാല് നമ്മൾ എവിടെയാണോ തുടങ്ങുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്ത് ആണെങ്കിൽ പഞ്ചായത്ത്, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി, അവരുടെ ആ ഒരു ആക്ടിനകത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അത് പ്രകാരം ആ ഒരു ചട്ടപ്രകാരം മാത്രമേ നമ്മൾക്ക് അവിടെ പ്രവർത്തിക്കാനുള്ള അധികാരം ഉണ്ടാവുള്ളൂ. മനസ്സിലായല്ലോ? അതാണ് അവിടെ പറഞ്ഞത് കേട്ടോ. പിന്നെന്താണ്? The act is designed to manage the payment of wages, hours of work, leave, holidays, terms of service, and other work conditions of people who are employed in the shop. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ എസ്റ്റാബ്ലിഷ്മെന്റ് ഷോപ്പ് ആക്ടുകളൊക്കെ നമ്മൾ കൊണ്ടുവരുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ഇത്തരം ഷോപ്പുകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അല്ലെ, അവർക്ക് വേണ്ടിയിട്ട്, അവർക്കൊരു സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അവരുടെ പ്രവർത്തനങ്ങൾ, അവർക്ക് കൊടുക്കുന്ന വേജസ് അല്ലെ, അവർക്ക് കൊടുക്കുന്ന വേതനം, അതുപോലെ അവേഴ്സ് ഓഫ് വർക്ക്, അവരുടെ ആ ഒരു തൊഴിൽ സമയം, അവർക്ക് കൊടുക്കുന്ന അവധികള്, ലീവ്, പിന്നെ ജോലി സംബന്ധമായിട്ടുള്ള ചില നിബന്ധനകള്, അവരുടെ തൊഴിൽ സാഹചര്യങ്ങള്, അതൊക്കെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ആക്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അതൊരു പ്രാദേശികമായിട്ടുള്ള ലോയാണ് നമുക്ക് പറയാം കേട്ടോ. റീജിയണൽ ലോസ്. ഒരു കടയായാലും ഒരു സംരംഭമായിട്ട് ഇങ്ങനെ തുടങ്ങുമ്പോൾ അവിടെ ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ടാവും. അവർക്ക് നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കണം അല്ലെ, അവർക്ക് നല്ല വർക്കിംഗ് ടൈം ആയിരിക്കണം, നല്ലൊരു വർക്കിംഗ് സാഹചര്യം ഉണ്ടായിരിക്കണം, തൊഴിൽ നിബന്ധനകൾ അത്യാവശ്യം ഫ്ലെക്സിബിൾ ആയിരിക്കണം, കുഴപ്പമില്ലാത്തൊരു ന്യായമായിട്ടുള്ള വേജസ് അവർക്ക് കൊടുക്കണം. അതൊക്കെ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ട് ആണ് കേട്ടോ അത്. മനസ്സിലായല്ലോ? ഓക്കെ, അത്രയാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ള മൂന്നല്ല കേട്ടോ, 4 ഉണ്ട്. 4 പ്രധാനപ്പെട്ട ആക്ടുകളാണ് കേട്ടോ. അത് പ്രധാനമായിട്ടും ഹോസ്പിറ്റലായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ലോകളാണ് കേട്ടോ, ആക്ടാണ്. നമുക്ക് നോക്കാം. PCPNDT ആക്ട്. ഇതാണ് PCPNDT ആക്ട്. എന്താണ് PC? എന്താണ്? പ്രീ കൺസെപ്ഷൻ ആണ് കേട്ടോ. പ്രീ കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗർഭധാരണമാണ് കേട്ടോ. പ്രീ കൺസെപ്ഷൻ. PN എന്താ? പ്രീനാറ്റൽ. അത് തന്നെ ഈ പറയുന്ന പ്രഗ്നൻസി ടൈം ആണ് കേട്ടോ. ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് ആക്ട്. അതോടെ പറയാം, പ്രീ കൺസെപ്ഷൻ, പ്രീനാറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് ആക്ട്. എന്താണ് PCPNDT ആക്ട്? അതായത് പെൺഭ്രൂണഹത്യ തടയുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആക്ട് ആണ് PCPNDT ആക്ട് അഥവാ പ്രീ കൺസെപ്ഷൻ പ്രീനാറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് ആക്ട്. ഒരു കാലഘട്ടത്തില് എന്താണ്, ഈ പറയുന്ന പ്രഗ്നൻസി ടൈമിൽ തന്നെ പെൺകുട്ടികളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് അവരെ കൊല്ലുമായിരുന്നു. പ്രഗ്നൻസി ടൈമിൽ തന്നെ അത് നശിപ്പിച്ച് കളയായിരുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോ നമ്മുടെ ഇന്ത്യയില് ഈ പറയുന്ന ഫീമെയിൽസിന്റെ റേഷ്യോ ഒരുപാട് കുത്തനെ അങ്ങ് കുറയാനായിട്ട് തുടങ്ങി. അങ്ങനെ തുടങ്ങിയപ്പോ ഈ പറയുന്ന പെൺഭ്രൂണഹത്യ ഭയങ്കരമായിട്ട് നടക്കുന്നത് കൊണ്ടാണ്. ആൺകുട്ടികളാണെങ്കിൽ കുഴപ്പമില്ല, പെൺകുട്ടികൾക്ക് അങ്ങനെ ഒരു വിവേചനം ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പെൺഭ്രൂണഹത്യ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നിലവിലുള്ള ഒരു നിയമമാണ് PCPNDT ആക്ട്. നമ്മുടെ കേരളത്തിലല്ല അതിന്റെ കൂടുതൽ ഡയഗ്നോസ്റ്റിക് കഴിഞ്ഞിട്ട് എക്സ്പാൻഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പ്രീ കൺസെപ്ഷൻ പ്രീനാറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് ആക്ട് കേട്ടോ, അതിനകത്ത് തന്നെ പറയുന്നുണ്ട്. ഓക്കെ,
പ്രീ കൺസെപ്ഷൻ പ്രീനാറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് ആക്ട് ആണ് കേട്ടോ. കാര്യം ഇപ്പൊ സ്കാൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും, നമുക്കല്ല ഡോക്ടേഴ്സിന് അറിയാൻ പറ്റും അത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നൊക്കെ ഉള്ളത് അറിയാൻ പറ്റും. പക്ഷെ എന്താണ് പെൺകുട്ടിയാണ് ഒരിക്കലും നമ്മുടെ ഈ ആക്ട് പ്രകാരം ആ ഒരു സെക്സ് നമ്മൾ വെളിപ്പെടുത്തില്ല കേട്ടോ. പുറത്ത് വെളിപ്പെടുത്താനായിട്ട് പാടില്ല, വലിയൊരു ഒഫൻസ് ആണ് കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര വലിയ ഒഫൻസ് ആണ്. അപ്പൊ പക്ഷെ അതേസമയം ഇതിന് പുറം കൺട്രികളിലൊക്കെ അറിയാൻ പറ്റും കേട്ടോ. അതൊക്കെ അവർക്ക് അറിയാൻ പറ്റും. കാര്യം അവരൊക്കെ കുറെ കൂടെ അഡ്വാൻസ്ഡ് ആണ്, അങ്ങനെ ചെയ്യില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഇന്ത്യയില്, കേരളത്തിലല്ല, കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് കൂടാതെ നോർത്ത് ഇന്ത്യ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ പറയുന്ന പെൺഭ്രൂണഹത്യ അതെ പുറത്ത് നേരത്തെ പറയും. അപ്പൊ അങ്ങനെയുള്ളത് ഒരു പതിവായതുകൊണ്ടാണ് ഒരു ആക്ട് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ വർഷം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ദ PCPNDT ആക്ട് വാസ് അപ്രൂവ്ഡ് ഓൺ 20th September 1994 കേട്ടോ. 1994 സെപ്റ്റംബർ 20 മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ള ആക്ട് ആണ് PCPNDT ആക്ട് കേട്ടോ. ദ പ്രീ കൺസെപ്ഷൻ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ദ പ്രീ കൺസെപ്ഷൻ ആൻഡ് Prenatal Diagnostic Techniques Act, bracket prohibition of sex selection. Okay, it is a statute approved to stop the female feticide that has resulted in declining female sex ratio in India. ഇന്ത്യയിലെ പെൺകുട്ടികളുടെ ആ ഒരു റേഷ്യോ കുറയുന്നതിന് കാരണമായിട്ടുള്ള ഫീമെയിൽ ഫെറ്റിസൈഡ് കേട്ടോ, ഭ്രൂണഹത്യ, അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ആക്ട് ആണ് കേട്ടോ. ഓക്കെ, അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ആക്ട് ആണ് MTP ആക്ട് കേട്ടോ. MTP എന്താണ്? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. അതാണ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് 1971, 1971. അതെന്ന് പറഞ്ഞാൽ ഗർഭചിത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. മെഡിക്കൽ ടെർമിനേഷൻ. അപ്പോ ഇങ്ങനെ ചിന്തിക്കരുത്, സാധാരണ ഇപ്പൊ 2, 3 ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില ആളുകൾ മിക്കവരും എന്ത് ചെയ്യും, ഡെലിവറി സ്റ്റോപ്പ് ചെയ്യും അല്ലെ. അതുമായിട്ട് ബന്ധപ്പെട്ടതല്ല കേട്ടോ. ഡെലിവറി സ്റ്റോപ്പിംഗ് അല്ല, കുഞ്ഞ് ഗർഭത്തിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ഗർഭചിത്രം നടത്തില്ല, അബോർഷൻ ഒക്കെ ചെയ്യില്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആക്ട് ആണ് കേട്ടോ. അത് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് 1971. അതെന്ന് പറയുന്നത് ന്യായമായിട്ടുള്ള കാരണമില്ലാതെ അത് ചെയ്യാനായിട്ട് പാടില്ല. ചിലപ്പോൾ നമ്മൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് അറിയാൻ പറ്റും കുഞ്ഞിന് വല്ല ഡിഫക്റ്റുകളോ വൈകല്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരത് ആദ്യം മാറ്റാനുള്ള ട്രീറ്റ്മെന്റ്സുകളൊക്കെ നോക്കും. എന്നിട്ട് അത് സക്സസ് ആയില്ലാന്നുണ്ടെങ്കിൽ ഡോക്ടർ തന്നെ സജസ്റ്റ് ചെയ്യും അത് അബോർഷൻ ചെയ്യാനായിട്ട്, അങ്ങനെ പറയാറുണ്ട്. പിന്നെ അതുകൂടാണ്ട് ചിലപ്പോൾ പിന്നെ വേറൊരു പ്രത്യേകത ഉണ്ട്, അത് ചെയ്യുന്ന സമയത്ത് ലൈസൻസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രാക്ടീഷണർമാർക്ക് മാത്രമേ അത് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളൂ കേട്ടോ. മറ്റുള്ളവർക്കല്ല, മെഡിക്കൽ പ്രാക്ടീഷണർമാര് തന്നെയാണ് അത് ചെയ്യേണ്ടത്. സാധാരണ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ അതിൽ അംഗീകൃതമായിട്ടുള്ള മറ്റേതെങ്കിലും സ്ഥാപനങ്ങളിലാണ് ഇത്തരം ഇത് ചെയ്യാറുള്ളത്. പിന്നെ ഈ പറയുന്ന പോലെ അല്ലാത്ത കേസ് വരുമല്ലോ, ഇപ്പൊ റേപ്പ് വിക്ടിം ആയതിന്റെ പേരിൽ പ്രഗ്നന്റ് ആവുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും, കുട്ടികൾ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനെയുള്ള കേസൊക്കെ വരുമ്പോൾ അത് കോടതിയുടെ സാക്ഷനോട് കൂടിയിട്ട് വേണം മെഡിക്കൽ ടെർമിനേഷൻ നടത്താനായിട്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഈ പറയുന്ന പോലെ 20 ആഴ്ചക്ക് മുമ്പ് നടത്തണം എന്നുള്ളതാണ്. 20 ആഴ്ചക്ക് ശേഷം ശരിക്കും അത് നടത്താനായിട്ട് പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ 20 വീക്കിനുള്ളിൽ നടത്തണം എന്നാണ്. പക്ഷെ നമ്മുടെ പുറം രാജ്യങ്ങളില് 5ഉം 8ഉം മാസമായിട്ടൊക്കെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ അതങ്ങനെയല്ല അതിന്റെ റൂൾ കേട്ടോ. പിന്നെ കൃത്യമായിട്ട് അതിന് കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. അതാണ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട്. അത് പ്രസവം നിർത്തുന്നതുമായിട്ട് കണക്ട് ആവരുത് കേട്ടോ. അത് പ്രസവം നിർത്തുന്നതല്ല, ഇത് ഗർഭചിത്രം ചെയ്യുന്നതാണ് കേട്ടോ, അബോർഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. The Medical Termination of Pregnancy Act 1971 എന്താണ്? An act to provide for the stoppage of certain pregnancies by registered medical practitioner and for matters linked therewith. അതായത് രജിസ്റ്റേർഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രാക്ടീഷണർമാര് ചില പ്രഗ്നൻസികളുടെ സ്റ്റോപ്പേജുമായിട്ട് ബന്ധപ്പെട്ട് അതുമായിട്ട് അനുബന്ധമായ കുറെ കാര്യങ്ങൾ ഉണ്ടാവും കേട്ടോ. അതൊക്കെ കൈകാര്യം ചെയ്യുന്നതിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ട് ആണ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് 1971. ഓക്കെ, പിന്നെ നമുക്കറിയാലോ അതൊരിക്കലും ചെയ്യാതിരിക്കുക. കാര്യം എന്താന്ന് വെച്ചാൽ വൈകല്യങ്ങളുള്ള കേസാണെങ്കിൽ പിന്നെ അത് വേറെ നിവൃത്തിയില്ല. കാരണം വൈകല്യമുള്ള ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് അല്ലെ. അപ്പൊ അത് നേരത്തെ അറിയണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാത്ത കേസുകളിൽ ഒരിക്കലും മെഡിക്കൽ ടെർമിനേഷൻ ചെയ്യാതിരിക്കുക. കാര്യം അതൊരു എന്താ പറയാ, വലിയൊരു കുറ്റകരമായിട്ടുള്ള ഒരു കാര്യമാണ്, വിഷമമുള്ള ഒരു കാര്യമാണ്. പക്ഷെ അത് ഒരു പരിധി വരെ ചില സ്ത്രീകളുടെ അവകാശത്തിന് എന്താ പറയാ അവകാശം കൊടുക്കുന്ന രീതിയിലും
ഉണ്ട് കേട്ടോ. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് സ്ത്രീകളുടെ റൈറ്റും കൂടെയാണത് കേട്ടോ. അങ്ങനെയുള്ള ഒരു അർത്ഥത്തിലാണ് അത് കൊണ്ടുവന്നത്. പിന്നെ പിന്നീട് ഈ അടുത്ത കാലത്താണോ അത് 2002-ലാണോ എന്ന് അറിയില്ല, 2002-ലാണെന്ന് തോന്നുന്നു, ഒരു അമെന്റ്മെന്റ് ഒക്കെ അതിനകത്ത് നടത്തിയിട്ടുണ്ട്. ഈ ആഴ്ചകളുടെ ഒക്കെ ഒരു ചെറിയ വേരിയേഷൻ അതിൽ വരുത്തിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. അടുത്തതാണ് ബയോമെഡിക്കൽ. ഇയർ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. PCPMBT ആക്ട് ഓർത്ത് വെക്കുക, 1994 കേട്ടോ, സെപ്റ്റംബർ 20. അതുവരെ പെട്രോളിനെ പറ്റിയ ധാരാളമായിട്ട് നടന്നിരുന്നു. 94 മുതലാണ് പിന്നെ അത് ഇല്ലാതായത് കേട്ടോ. പിന്നെ MTP ഒരു ലോ വന്നില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നൊന്ന് ആലോചിക്കുക. പിന്നെ MTP ആക്ട് അറിയാലോ, 1971 കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾസ് ആണ് കേട്ടോ. ഈ ബയോമെഡിക്കൽ വേസ്റ്റുകളുടെ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ആക്ട് ആണിത്. നോക്കുക, ദ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾസ്. ഏതാണ് വർഷം? 1998 കേട്ടോ, 1998. എന്താണ് ഇതിനകത്ത് പറയുന്നത്? വീണ്ടും അത് തന്നെ എഴുതിക്കുന്നത്. came into operation in 1998. ബയോമെഡിക്കൽ വേസ്റ്റ് മസ്റ്റ് നോട്ട് ബി മിക്സ്ഡ് വിത്ത് അതർ വേസ്റ്റ്. ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഒരു കാരണവശാലും മറ്റുള്ള മാലിന്യങ്ങളുമായിട്ട് മിക്സ് ചെയ്യാനായിട്ട് പാടില്ല. ബയോമെഡിക്കൽ വേസ്റ്റുകൾ അറിയാലോ നിങ്ങൾക്ക്. ഇപ്പൊ ബ്ലഡ് സ്റ്റെയിന്, മറ്റുള്ളത് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന മറ്റ് വേസ്റ്റുകൾ, ഡെലിവറി കഴിഞ്ഞിട്ടൊക്കെ വരുന്ന വേസ്റ്റുകൾ, അങ്ങനെയുള്ളതൊക്കെ. ഇൻഫെക്റ്റിയസ് ഡിസീസസ് ഒക്കെ ഉള്ള ചില സ്പെസിമെൻസ്, തുണികള്, ഇനി എന്ത് വേണമെങ്കിലും ആവാലോ, സർജറി കഴിഞ്ഞിട്ടുള്ളത്, അതൊക്കെ ബയോമെഡിക്കൽ വേസ്റ്റുകളാണ്. ലാബിൽ നിന്ന് വരുന്ന വേസ്റ്റുകളൊക്കെ. ഓക്കെ, ആ അത്തരം ബയോമെഡിക്കൽ വേസ്റ്റുകൾ മറ്റ് വേസ്റ്റുകളുമായിട്ട് ഒരിക്കലും എന്ത് ചെയ്യാനായിട്ട് പാടില്ല? മിക്സ് ചെയ്യാനായിട്ട് പാടില്ല. മനസ്സിലായല്ലോ? പിന്നെന്താണ്? ബയോമെഡിക്കൽ വേസ്റ്റ് മസ്റ്റ് ബി സോർട്ടഡ് ഔട്ട് ഓഫ് കണ്ടെയ്നേഴ്സ് ഓഫ് ബാഗ്സ് at the points of generation before its storage, transportation, treatment and disposal. ഇവിടെ പറയുന്നത് പഠിച്ചിട്ടുണ്ട് അല്ലെ? ഓക്കെ, ബയോമെഡിക്കൽ വേസ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, വേസ്റ്റ് മാനേജ്മെന്റ് കഴിഞ്ഞ ഇതിൽ പഠിച്ചായിരുന്നു. ഈ ബയോമെഡിക്കൽ വേസ്റ്റുകൾ നമ്മൾ അത് സംഭരിക്കുന്നതിനും ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനും പിന്നെ അതിനെ സംസ്കരിക്കുന്നതിനും നിർമ്മാർജ്ജനം ചെയ്യുന്നതിനൊക്കെ മുൻപായിട്ട് എവിടെ നിന്നാണോ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവിടെ നിന്ന് തന്നെ അത് സോർട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് കണ്ടെയ്നറിലും ബാഗുകളിൽ ആക്കണം. മനസ്സിലായോ? അല്ലാണ്ട് പിന്നീട് സോർട്ട് ചെയ്യാൻ നിൽക്കരുത്. ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്നാണല്ലോ മെയിനായിട്ട് ബയോമെഡിക്കൽ വേസ്റ്റ് എവിടെ നിന്ന് വരുന്നത്? ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ലബോറട്ടറി, അവിടെ നിന്നാണ് വരുന്നത്. അവിടെ നിന്ന് തന്നെ അത് എന്ത് ചെയ്യണം? സോർട്ട് ചെയ്ത് സെപ്പറേറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് മാറ്റണം. നമ്മൾ ലാബ് പഠിച്ചപ്പോ തന്നെ പറഞ്ഞു അല്ലെ, ബയോമെഡിക്കൽ വേസ്റ്റിനായിട്ട് ഒരു കണ്ടെയ്നർ, മറ്റുള്ള വേസ്റ്റ് പ്ലാസ്റ്റിക്കിന് ഒരു കണ്ടെയ്നർ, അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സോർട്ട് ചെയ്ത് വെക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി അപ്പൊ അത് ആക്ട് ഓർക്കാം കേട്ടോ, 1998. നെക്സ്റ്റ് വരുന്നതാണ് പ്രിവെൻഷൻ ഓഫ് വയലൻസ് ആൻഡ് ഡാമേജ് ടു പ്രോപ്പർട്ടി ആക്ട് 2012. 2012 പ്രിവെൻഷൻ ഓഫ് വയലൻസ് ആൻഡ് ഡാമേജ് ടു പ്രോപ്പർട്ടി ആക്ട്. എന്താണ് ഈ ആക്ട് പറയുന്നത്? അതായത് an act to ban violence against the health care service persons. അതായത് ഈ ആരോഗ്യ പ്രവർത്തകർക്കെതിരായിട്ട് ഉണ്ടാകുന്ന വയലൻസ് ഉണ്ടാവും അല്ലെ, അവർക്ക് നേരെ നടക്കുന്ന അക്രമങ്ങള്, അവരോട് ചെയ്യുന്ന തെറ്റ്, ക്രൂരതകൾ, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അത്തരം കാര്യങ്ങള് ആൻഡ് ടു പ്രിവെന്റ് ഡാമേജ് ആൻഡ് ലോസ് ടു പ്രോപ്പർട്ടി ഹെൽത്ത് കെയർ സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അത് മാത്രമല്ല, ഹോസ്പിറ്റല് പോലെയുള്ള ഹെൽത്ത് കെയർ സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷന് നാശനഷ്ടം ഉണ്ടാക്കുന്നതായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ അല്ലെ, പബ്ലിക്കിൽ നിന്നൊക്കെ ഉണ്ടാവുന്ന പ്രവർത്തനങ്ങളാവും, ചില വ്യക്തികളിൽ നിന്നുണ്ടാവുന്ന പ്രശ്നങ്ങളായിരിക്കാം. അത്തരം കാര്യങ്ങൾ തടയുന്നതിനും നിരോധിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ടാണ് പ്രിവെൻഷൻ ഓഫ് വയലൻസ് ആൻഡ് ഡാമേജ് ടു പ്രോപ്പർട്ടി ആക്ട് 2012. മനസ്സിലായോ പറഞ്ഞത്? അതായത് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർക്കെതിരെ നടക്കുന്ന അക്രമങ്ങള്, അതുപോലെ ഹോസ്പിറ്റൽ പോലുള്ള ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനില് അവിടെ ചെയ്യുന്ന ചില പ്രോപ്പർട്ടിനെ നശിപ്പിക്കുക, അവിടുത്തെ സാധനങ്ങൾ നശിപ്പിക്കുക, അക്രമം നടത്തുക, അങ്ങനെയുള്ളതിനെയൊക്കെ തടയുന്നതും നിരോധിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആക്ട് ആണ് കേട്ടോ 2012 ഈ ഒരു പ്രിവെൻഷൻ ഓഫ് വയലൻസ് ആൻഡ് ഡാമേജ് ടു പ്രോപ്പർട്ടി ആക്ട്. ഓക്കെ, ഇതോട് കൂടിയിട്ട് നമ്മുടെ എത്തിക്സ് ആൻഡ് ലീഗൽ ഇഷ്യൂസ് എന്ന് പറയുന്ന ചാപ്റ്റർ അവസാനിക്കാണ് കേട്ടോ. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഒരുപാട് ലോകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. എനിക്കെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ 10 എണ്ണം പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എത്ര എണ്ണം പഠിച്ചേ? 1, 2, 3, 4, 5, 15 കേട്ടോ. ഏകദേശം ഒരു 15-16ഓളം ആക്ടുകള് നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കാനുണ്ട് കേട്ടോ. മനസ്സിലായില്ലേ? ഏറ്റവും ഇമ്പോർട്ടന്റ് PCPMBT ആക്ട് ഒക്കെ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അതുപോലെ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് 1971,
പിന്നെ എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആക്ട് 1998 ഇതൊക്കെ പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, അപ്പോ നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് പഠിച്ചത്? എത്തിക്സ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി, ലീഗൽ സൈഡ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി, ലോ എന്താണെന്നുള്ള നിർവചനങ്ങൾ നമ്മൾ കണ്ടു. പിന്നെന്താണ് നമ്മൾ പഠിച്ചത് അതിനകത്ത്? യെസ്, എന്താണ് നമ്മൾ പഠിച്ചത്? എന്താണ് മെഡിക്കോ ലീഗൽ കേസസ് അല്ലെ, MLCക്ക് എക്സാമ്പിൾ കണ്ടു, എന്താണ് MLC എന്ന് മനസ്സിലാക്കി. പിന്നെ കുറെ റൂളുകൾ അല്ലെ, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് ഒക്കത്തിന്റെ വർഷങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിനകത്ത്. ഇനി നോട്ട് ചെയ്ത് വെക്കേണ്ടത് ഓരോ ആക്ടിന്റെ വർഷം ഇമ്പോർട്ടന്റ് ആണ്. ആ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് ചിലതിൽ നമ്മൾ എംപ്ലോയീസിന്റെ എണ്ണം ഒക്കെ പറഞ്ഞു ചോദിച്ചിരുന്നു, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ബാക്കി പിന്നെ ഡയറക്റ്റ് ആണ് ചോദിക്കുക. ടോപ്സ് എന്താണെന്നൊക്കെ കണ്ടു കേട്ടോ. മനസ്സിലായില്ല ഇന്നത്തെ ക്ലാസ്? അപ്പം പിന്നെന്താണ്, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ക്വാളിറ്റി അഷുറൻസ് ആൻഡ് NABH ആണ് കേട്ടോ. ക്വാളിറ്റി അഷുറൻസ് ആൻഡ് NABH എന്ന് പറയുന്ന ഒരു വലിയ ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പൊ അതായിരിക്കും ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ അറിയാലോ നിങ്ങൾക്ക് 3 4 മൊഡ്യൂളിലെ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. കുറെ കൂടെ ഡ്രൈ ആയിട്ടുള്ള കുറെ ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് അതൊരു ബോറഡി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഇത് 3ാമത്തെ മൊഡ്യൂളാണ് കേട്ടോ. ഷിജിന, 3ാമത്തെ മൊഡ്യൂളിനകത്ത് ഞാൻ 4 ചാപ്റ്ററുകൾ എടുക്കുന്നുണ്ട്. 4ാമത്തെ മൊഡ്യൂളിലും 4 ചാപ്റ്ററുകൾ എടുക്കുന്നുണ്ട് കേട്ടോ. ടോട്ടൽ ഓഫ് 8 ചാപ്റ്റേഴ്സ് ആണ് എനിക്ക് വരുന്നത് കേട്ടോ. അത് ഓരോരുത്തർക്കും വ്യത്യാസമാണ് കേട്ടോ. മിലിസിനും 8 ചാപ്റ്റർ ആണ് വരുന്നത് തോന്നുന്നു, എനിക്കറിയില്ല. അതിലെ മിസ് എത്രയാണെന്ന് അറിയില്ല. എനിക്ക് 8 ചാപ്റ്റേഴ്സ് ആണ് മൊത്തം വരുന്നത് കേട്ടോ, 3ഉം 4ഉം കൂടിയിട്ട്. നമുക്ക് 2 ചാപ്റ്ററുകൾ കവർ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് എനിക്ക് ക്വാളിറ്റി അഷുറൻസ് NABH ഉണ്ട്. പിന്നെ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തോന്നുന്നു, അതെനിക്ക് എടുക്കാനുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സിനെ ചോദിച്ചു. ഞാൻ എന്തായാലും എന്റെ ക്ലാസ് ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യാനാണ്. ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക്? ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ല, ഓക്കെ ആണ് എല്ലാവരും. എന്നാ ശരി, ഞാൻ പോയിക്കോട്ടെ എന്നാ. ചാപ്റ്റർ 44 ക്വാളിറ്റി അഷുറൻസ് അല്ലാന്നുണ്ട്, അതായിരിക്കും കേട്ടോ ഇനി അടുത്ത് ഞാൻ തുടങ്ങാൻ പോവാം. ബുധനാഴ്ചയിൽ ഇനി നമുക്ക് അവരുള്ളത്, അന്ന് ഞാൻ ഈ ഒരു ചാപ്റ്റർ ആയിരിക്കും കേട്ടോ തുടങ്ങുക. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ല, ക്ലിയർ ആണ്. അതൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ജിസ്നയുടെ മോള് എണീറ്റ് ഉറങ്ങുകയാണോ? ജിസ്നയുടെ മോള്, ജിസ്നയ്ക്ക് ഒരു കുഞ്ഞുവാവ ഉണ്ടല്ലോ, 1 വയസ്സുള്ള ഒരു വാവ, ഉറങ്ങിയോ? ഉറങ്ങുക മിസ്സേ, 1 മണിയാകുമ്പോ ഉറക്കുന്നേ. അത് ശരിയാണ്. കുഞ്ഞിനെ ഉറക്കിയിട്ടാണ് ക്ലാസ്സിൽ കയറുന്നത് അല്ലെ? എന്നും അങ്ങനെ ചെയ്യുമ്പോൾ അതൊരു ശീലമായിരിക്കും അല്ലെ? അതെ, ആ ടൈമിലേ ഞാൻ ഉറക്കുള്ളൂ, അല്ലെങ്കിൽ പിന്നെ കേറാൻ പറ്റൂല ക്ലാസ്സില്. അപ്പൊ ശരി, ഫാത്തിമയ്ക്കുണ്ട് ഉണ്ണി അല്ലെ? അപ്പൊ നിങ്ങളെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം കുഞ്ഞിനെയൊക്കെ വെച്ചുകൊണ്ട് പഠിക്കാനൊക്കെ ക്ലാസ്സിൽ വരുന്നുണ്ടല്ലോ, എന്നെ വലിയൊരു കാര്യം കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. അപ്പൊ ശരി കേട്ടോ, നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, എന്നാ താങ്ക് യു.